നമസ്കാരം, ഞാൻ റിയാസ് മോൻ അഞ്ചലാണ്. മുതൽ മുടക്കില്ലാതെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമോ? ഈ ഒരു കാലഘട്ടത്തിൽ മുതൽ മുടക്കില്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? കയ്യിൽ പൈസ ഇല്ല, എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഓക്കെ, മുതൽ മുടക്കില്ലാതെ എങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഏകദേശം 3-3.5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിനെ രൂപ പോലും ഞാൻ ഇന്ന് വരെ മുതൽ മുടക്കിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. മുതൽ മുടക്കില്ലാതെ കമ്പനിയുടെ 15 കാറ്റഗറിയിൽ 800-ൽ പരം ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലൊട്ടാകെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നടക്കുന്ന സെയിലിൻ്റെ ഏകദേശം 72% പ്രോഫിറ്റ് നടന്ന ബിസിനസ് വോളിയത്തിൽ നിന്ന് കമ്പനി നമുക്ക് തരുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലൂടെ കാർ ഫണ്ട്, ടൂർ ഫണ്ട്, ഹൗസ് ഫണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് ബോണസുകളും ലൈഫ് സ്റ്റൈൽ ബോണസുകളും നമുക്ക് കമ്പനി തരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു മുതൽ മുടക്കില്ലാതെയാണ് എന്നുള്ളതാണ്. ആ ഒരു ഇൻഡസ്ട്രിയെ പറ്റിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിന് പറയുന്ന പേരാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയും. ജെന്യൂനായിട്ടുള്ള നമുക്കൊരു ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമുക്ക് സ്വയം തൊഴിലായിട്ട് ഒരു സംരംഭകനാകാൻ നമുക്ക് ഏറ്റവും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിൽ മോദി കെയർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, 3-3.5 വർഷത്തോളമായി ഇന്ന് കമ്പനിയുടെ ഡയമണ്ട് ഡയറക്ടർ എന്ന് പറയുന്ന ടൈറ്റിൽ അച്ചീവ് ചെയ്തൊരു വ്യക്തിയാണ്. കാർ അച്ചീവറാണ്. അതുപോലെ തന്നെ ഞാൻ UAE ഇരുന്നുകൊണ്ട് പാർട്ട് ടൈമായിട്ട് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും സഹായത്തോടെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതും ഡെവലപ്പ് ചെയ്തതും ഈ പറയുന്ന ഇൻ്റർനാഷണൽ ഡയമണ്ട് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ അച്ചീവ് ചെയ്യാനൊക്കെ. കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് വെളിയിലിരുന്നുകൊണ്ട് ഇന്ന് വരെ 28 വർഷം പിന്നിടുമ്പോഴും ഡയമണ്ട് ഡയറക്ടർ ടൈറ്റിലൊന്നും മറ്റാരും അച്ചീവ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും 1 ഇയർ 1.5 വർഷമായപ്പോഴത്തേക്കും ഞാൻ മോദി കെയറിലൂടെ കമ്പനിയുടെ കാർ ഫണ്ട് ഉപയോഗിച്ച് ഒരു ടാറ്റ നെക്സോൺ കാറൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദുബായിലിരുന്നുകൊണ്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ജോലിയുടെ ഇടയിൽ കിട്ടുന്ന ഫ്രീ ടൈമുകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ബിസിനസ് ബിൽഡ് ചെയ്തത്. അവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ വരുമാനം സ്വന്തമാക്കിയപ്പോൾ ഇപ്പോൾ നാട്ടിൽ വന്ന് ഫുൾ ടൈമായിട്ട് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കുക? മുതൽ മുടക്കില്ലാതെ, 1 രൂപ മുതൽ മുടക്കില്ലാതെ മോദി കെയർ എന്ന് പറയുന്ന കമ്പനിയുടെ 15 കാറ്റഗറിയിൽ 800-ൽ പരം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് മാർക്കറ്റ് ചെയ്യുവാനും ബിസിനസ് ചെയ്യുവാനും അവിടെ നടക്കുന്ന സെയിലിൻ്റെ 72% നടന്ന ബിസിനസ് വോളിയത്തിൽ നിന്ന് കമ്പനി നമുക്ക് തരാൻ തയ്യാറാണ്. ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നും ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതും നമ്മളൊന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മതി. മറ്റൊരു കാര്യം, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലെക്കാളും വിലക്കുറവിലും ബെനിഫിറ്റിലും ക്വാളിറ്റിയിലുമാണ് മാർക്കറ്റ് ചെയ്യുന്നത്. മനസ്സിലാക്കുക, 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി കമ്പനി കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് എല്ലാ ഉൽപ്പന്നത്തിലും. എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഉള്ളത് എന്നായിരിക്കും അടുത്തൊരു ചോദ്യം വരിക, അല്ലേ? എന്തൊക്കെ 12 കാറ്റഗറിയിൽ 800-ൽ പരം ഉൽപ്പന്നങ്ങളാണ് കമ്പനിയിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ആൻഡ് ബെവറേജ് ഉണ്ട്, പേഴ്സണൽ കെയർ ഉണ്ട്, അതുപോലെ തന്നെ ഹോം കെയർ ഉണ്ട്, അതുപോലെ തന്നെ വെൽനസ് ഉൽപ്പന്നങ്ങളുണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, അതുപോലെ തന്നെ ഒട്ടനവധി ഈ പറയുന്ന 15 കാറ്റഗറിയിൽ ഉൽപ്പന്നങ്ങളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഇന്ത്യയിൽ എവിടെയും സെയിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും മറ്റുള്ള ബിസിനസ്സിൽ പോലെ നമുക്ക് സ്റ്റോക്ക് എടുത്ത് വെക്കേണ്ടി വരുമോ, അതല്ലെങ്കിൽ സാധനങ്ങൾ സെയിൽ ചെയ്യേണ്ടി വരുമോ, അതിനുള്ള എക്സ്പെൻസൊക്കെ ആവില്ലേ? ഒന്നും വേണ്ട എന്നുള്ളതാണ്. ഇതെല്ലാം കമ്പനി ചെയ്തോളൂ. നമുക്കൊരു കസ്റ്റമർ ഉണ്ട്, നമ്മുടെ ഈ ബ്രാൻഡിനെ മാർക്കറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമറിന് സാധനം അവരവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത് പോലും കമ്പനി ചെയ്തുകൊള്ളുമെന്നുള്ളതാണ്. നമുക്ക് ഒരു റിസ്ക്കുമില്ല. കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കി നമുക്ക് മാർക്കറ്റ് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, പുതിയ കമ്പനി അല്ലേ, അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ പ്രൊഡക്റ്റ് അല്ലേ എന്നൊക്കെ. ഇത് പുതിയ പ്രൊഡക്റ്റ് അല്ല, അതുപോലെ തന്നെ പുതിയ കമ്പനിയുമല്ല. 28 വർഷമായിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ സ്വയം തൊഴിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. മാർക്കറ്റിലെക്കാളും വിലക്കുറവിലും ബെനിഫിറ്റിലും ക്വാളിറ്റിയിലുമാണ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നത്, ഒരു കസ്റ്റമറിന് കിട്ടുന്നത്.
ഒരു കസ്റ്റമറിന് നമുക്ക് കിട്ടുന്ന എന്ത് ബെനിഫിറ്റോ അതേ ബെനിഫിറ്റ് തന്നെയാണ് ഓരോ കസ്റ്റമറിനും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൃത്യമായ എന്തൊക്കെ ഓഫറുകളും ബെനിഫിറ്റുകളുമാണ് കിട്ടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി നമുക്ക് ജസ്റ്റ് നമ്മുടെ കസ്റ്റമറിന് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് നമുക്ക് നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തതിലൂടെ ലൈഫ് ലോങ് ജീവിതകാലം മുഴുവൻ ഈ ഇൻഡസ്ട്രിയിലൂടെ വരുമാനം സമ്പാദിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടെ പറയട്ടെ സുഹൃത്തുക്കളെ, 100 രൂപ മുതൽ 1 കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനം മേടിക്കുന്നവർ ഇന്ന് മോദി കെയറിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യത. ഓക്കെ, അപ്പോൾ അത്രയധികം ആൾക്കാർ 28 വർഷം പിന്നിടുമ്പോഴും വരുമാനം മേടിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കസ്റ്റമർ മറ്റൊരു മാർക്കറ്റിൽ നിന്നും കിട്ടാത്ത ഒരു 6 ബെനിഫിറ്റിനെ പറ്റി പെട്ടെന്ന് പറയാം. ഒന്നെന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടിയാണ്. ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ 100% മണി ബാക്ക് ഗ്യാരണ്ടിയിലാണ് കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉൽപ്പന്നം പൊട്ടിച്ചുപയോഗിച്ചാൽ പോലും നമുക്ക് 20% ഉപയോഗിച്ചിട്ട് അതിലൊരു സാറ്റിസ്ഫൈഡ് അല്ല, ഇഷ്ടം തോന്നുന്നില്ല, അല്ലെങ്കിൽ നമ്മളൊരു ചായപ്പൊടി വാങ്ങി അതിൻ്റെ മണത്തിലോ രുചിയിലോ ടേസ്റ്റിലോ നമുക്ക് ഇഷ്ടം തോന്നില്ലെങ്കിൽ പോലും തിരിച്ചു കൊടുത്ത് കസ്റ്റമറിൻ്റെ പൈസ പോലും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. തിരിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ കമ്പനി തരുന്നുണ്ട്. ബില്ലോട് കൂടി 28 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിത് ദുബായിലും കണ്ടിട്ടില്ല, നാട്ടിലും ഒരു ബ്രാൻഡിലും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് 10% ഫ്രീ പ്രൊഡക്റ്റ് ഓരോ ബില്ലിങ്ങിലും കിട്ടുന്നു എന്നുള്ളതാണ്. മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 30% വരെ ഡിസ്കൗണ്ടിലാണ് ഉൽപ്പന്നം കിട്ടുന്നത്. അടുത്തൊരു ബെനിഫിറ്റാണ് സബ്സിഡി, അല്ലെങ്കിൽ നമുക്കിതിലൊരു ക്യാഷ് ബാക്ക് സിസ്റ്റം ഉണ്ട്. ഒരു സബ്സിഡി, കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന എല്ലാ കൺസൾട്ടൻറ്റിനും സബ്സിഡി ലഭിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലോയൽറ്റി ബെനിഫിറ്റാണ്. ഒരു 6 മാസം ഉൽപ്പന്നം വാങ്ങിയ കസ്റ്റമർ ആണെങ്കിൽ 7ാമത്തെ മാസം സൗജന്യമായിട്ട് അവർ വാങ്ങിയ ഉൽപ്പന്നങ്ങൾ അത്രയും ഫ്രീ ആയിട്ട് വാങ്ങാനുള്ളൊരു ഓപ്ഷനും കൂടെ കമ്പനി തരുന്നുണ്ടെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ 7ാമത്തെ മാസം സൗജന്യമായിട്ട് ഒരു മാസത്തെ പ്രൊഡക്റ്റ് 7000 രൂപ വില വരുന്ന ഉൽപ്പന്നം കമ്പനിയിൽ നിന്ന് സൗജന്യമായിട്ട് എടുക്കാനുള്ളൊരു ഓപ്ഷൻ കമ്പനി നമുക്ക് തരുന്നത്. വാങ്ങുന്നതിൻ്റെ ആനുപാതികമായിട്ട് അത് കിട്ടും. ഒരു വർഷം ഉപയോഗിക്കുന്ന കൺസൾട്ടൻ്റ് ആണെങ്കിൽ അവർക്ക് ഒരു വർഷത്തിൽ 2 മാസത്തെ പ്രൊഡക്റ്റ് 13ാമത്തെ മാസം കൊടുക്കുന്നു. ഏകദേശം 14,000 രൂപയുടെ ഉൽപ്പന്നം കമ്പനി കൊടുക്കാൻ തയ്യാറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഈ ഒരു ബ്രാൻഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താവിന്, ഒരു ലോയൽ കസ്റ്റമർ ആണെങ്കിൽ ഒരു മാസത്തിൽ 3 മാസത്തെ പ്രൊഡക്റ്റ് സൗജന്യമായിട്ട് ലഭിക്കുമെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 21,000 രൂപയുടെ ഉൽപ്പന്നം നമുക്ക് സൗജന്യമായിട്ട് കമ്പനി തരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഒരു ബ്രാൻഡിൽ നിന്ന് മറ്റൊരു ബ്രാൻഡിലേക്ക് മാറുമ്പോൾ കിട്ടുന്ന ഓഫറുകളെയും ബെനിഫിറ്റിനെയും പറ്റിയാണ് ഞാൻ ഈ മുകളിൽ പറഞ്ഞത്. അപ്പോൾ ഇത്രയധികം ഓഫറുകളും ബെനിഫിറ്റും കിട്ടുന്ന ഈ ഒരു ബ്രാൻഡ് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ചെയ്യുവാനും ഈ പറയുന്ന അച്ചീവ്മെൻറ്റുകളെല്ലാം നേടിയെടുക്കുവാനും സാധിക്കുമെന്നുള്ളതാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഈ ബിസിനസ്സിനെ പറ്റിയും ഈ പറയുന്ന ബിസിനസ് ചെയ്യുവാനായാലോ, ബിസിനസ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനായാലോ, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ബിസിനസ് ബിൽഡ് ചെയ്യുന്നതിനെ പറ്റിയായാലോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്ന് ഫുൾ സപ്പോർട്ട് തരുന്നതായിരിക്കും. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ടും ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ, ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് പോലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഞാൻ ദുബായിലിരുന്നുകൊണ്ടാണ് ഈ ബിസിനസ് ബിൽഡ് ചെയ്തത്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. വേണ്ടുന്ന സപ്പോർട്ടുകൾ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇറ്റ്സ് മീ റിയാസ് മോൻ അഞ്ചൽ, ഇൻ്റർനാഷണൽ ഡയമണ്ട് ഡയറക്ടർ, കാർ അച്ചീവർ. താങ്ക് യു.